ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് കറുത്തവാവാണ്. നമ്മുടെ വീടിനെയും നമ്മുടെ വീട്ടിലുള്ളവരെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറി ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന വളരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നാളെ വെള്ളിയാഴ്ച ചെയ്യേണ്ടുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു താന്ത്രികത്തെക്കുറിച്ച് പറയാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആ ഒരു താന്ത്രികമാണ്. ഒപ്പം തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാവാൻ വേണ്ടി ഇന്ന് ചൊല്ലേണ്ടുന്ന മഹാലക്ഷ്മി ദേവിയുടെ അതീവ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു താന്ത്രികം എന്താണെന്ന് നോക്കാം. ആർക്ക് വേണമെങ്കിലും, അതായത് പീരിയഡ്സ്, പുല, വാലായ്മ പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഇന്ന് രാത്രി 11 മണിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് പൂജകളോ ദീപം തെളിയിക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ ആവശ്യവുമില്ല. അതേപോലെ എപ്പോഴാണോ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഇന്ന സമയം എന്നൊന്നുമില്ല, ഈ വീഡിയോ കാണുന്ന ആ ഒരു സമയം ഉച്ചയ്ക്ക് 1 മണിയാണെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. വളരെയധികം എളുപ്പമുള്ള ഒരു പരിഹാരമാണിത്. വർഷത്തിൽ ഒരിക്കൽ, ഒരേ ഒരു തവണ മാത്രം നമ്മളിത് ചെയ്തു വെച്ചാൽ മതിയാവും. ഇത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയങ്ങളെന്ന് പറയുന്നത്, അതായത് ദിവസങ്ങളെന്ന് പറയുന്നത്, കറുത്തവാവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും കറുത്തവാവും ഒന്നിച്ചു വരുന്ന ദിവസം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ദിവസമാണിത് ചെയ്യാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത്. അങ്ങനെയല്ല, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സോ പുലയോ വാലായ്മയോ പോലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജനുവരിയിൽ വരുന്ന കറുത്തവാവിന് ഇത് ചെയ്യാം. അതിനുശേഷം നിങ്ങളിപ്പം ജനുവരിയിൽ ഇത് ചെയ്താൽ തന്നെയും പിന്നെ എപ്പോഴാണോ വെള്ളിയാഴ്ചയും കറുത്തവാവും അല്ലെങ്കിൽ തിങ്കളാഴ്ചയും കറുത്തവാവും കൂടി വരുന്നത് ആ ഒരു സമയത്ത് റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. കാരണം കറുത്തവാവ് സമയത്ത് നമ്മൾ ഇത് ചെയ്തു വെക്കുമ്പോൾ ഇതിന് വളരെയധികം ശക്തി ഉണ്ടാവും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അതിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിനായി നമുക്ക് വേണ്ടത്, ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2025 അതിൻ്റെ തുടക്കത്തിൽ ഞാൻ ചെയ്തു വെച്ചതാണ് നിങ്ങളെ ഈ കാണിക്കുന്നത്. അതായത് പച്ചരിക്കുള്ളിൽ മഞ്ഞ നൂല് ചുറ്റിയ ഒരു വസ്തു നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് വേണ്ടത് ആ മഞ്ഞ നൂല് ചുറ്റി വെച്ചിരിക്കുന്ന വസ്തുവാണ്. അതായത് ആലിൻ്റെ വേരാണത്. വേരെന്ന് പറയുമ്പം ഭൂമിക്ക് അടിയിലോട്ട് പോകുന്ന വേരെന്നല്ല ഞാനിവിടെ മീൻ ചെയ്യുന്നത്. അരയാലാണെങ്കിലും പേരാലാണെങ്കിലും അതിൻ്റെ വിഴുതുകൾ എന്ന് പറയും, വേരുകൾ ആ ഒരു മരത്തിൽ കൂടി തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഏറ്റവും വലുതായാലും ഏറ്റവും ചെറുതായാലും അത് വേണം നമ്മൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അരയാല് പേരാല് എന്താണ് എന്നൊരു സംശയമുണ്ടായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന റെഡ് കളറിലെ ഫ്രൂട്ട്സ് ഉള്ളതാണ് പേരാലെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന അരയാൽ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്, അതായത് 100% റിസൾട്ട് കിട്ടുന്നത് അരയാലിൻ്റെ വേരെടുക്കുമ്പോഴാണ്. ചിലയിടത്ത് ചിലപ്പം അരയാല് കാണില്ല, പേരാല് മാത്രമേ ഉള്ളെങ്കിൽ അതിൽ നിന്നാണെങ്കിലും എടുക്കാം. ഏതായാലും അതിന് ശക്തി വളരെയധികം കൂടുതലായിരിക്കും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇന്ന് തന്നെ നമ്മളത് പറിച്ചു, അതായത് കറുത്തവാവ് തിഥി വരുന്ന ദിവസം തന്നെ നമ്മളിത് പറിച്ചു ചെയ്തെങ്കിലേ അതിന് ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലാവാം ചിലപ്പം, അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ആയിരിക്കാം ഈ അരയാൽ അല്ലെങ്കിൽ പേരാലുള്ളത്. അതിൽ പോയിട്ട് ഏറ്റവും ചെറിയ ഒരു വേര് അതിൽ നിന്നും പറിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ മരത്തിൽ തൊട്ട് നമ്മുടെ മനസ്സിൽ പറയണം, ഞാൻ ഒരു പരിഹാരം ചെയ്യാനാണ് ഇതിൽ നിന്നും വേരെടുക്കുന്നത്, എനിക്കതിൻ്റെ ഫലം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ആ വേര്, ചെറിയൊരു പീസ് ഓഫ് വേര് മതിയാവും, അതെടുക്കുക, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കഴുകുകയോ അതിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. എന്നിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഗ്ലാസ് ബോട്ടിലെടുക്കുക, ജാമിൻ്റെയോ അതേപോലെ തന്നെ നമ്മൾ മറ്റെന്തെങ്കിലും മേടിക്കുന്ന
ചില്ലു കുപ്പി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും. അതായത് നമ്മൾ ആ വേരെടുത്തിട്ടുണ്ടല്ലോ, ആ വേരിൻ്റെ നീളത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു കുപ്പി മതിയാവും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വേര് ഞാൻ ഈ ഒരു നീളത്തിൽ എടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കുപ്പി എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് ചില്ലു കുപ്പിക്ക് എത്രമാത്രം ഉണ്ട് വലിപ്പം എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് ഒരു ചെറിയ വേര് എടുത്തിട്ട് വന്നാൽ മതിയാവും. അങ്ങനെ എടുത്തിട്ട് വരുന്നു. നമ്മൾ ഈ കുപ്പി പോകുന്നതിന് മുമ്പ് ഈ കുപ്പിയൊക്കെ ഒന്ന് കഴുകി ഉണക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, വിളക്ക് കത്തിക്കുകയൊന്നും വേണ്ട. ഇനിയിപ്പം നിങ്ങൾ വൈകിട്ട് ദീപം കൊളുത്തി വെച്ച് നാമം ജപിക്കുന്ന സമയത്താണിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ദീപം കൊളുത്തി വെച്ചോളൂ. അപ്പോൾ ഓൾറെഡി നമ്മുടെ പൂജാമുറിയിൽ വിളക്കൊക്കെ ഉണ്ടാകും. ഇനി ദീപം കൊളുത്തി വെക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ദീപവും കൊളുത്തി വെച്ചിട്ട് അവിടെ ഇരുന്ന് ആദ്യം തന്നെ ആ വേരെടുത്തിട്ട് അതിനെ മൊത്തത്തിൽ ചുറ്റുന്ന രീതിയിൽ മഞ്ഞ നൂലെടുക്കണം. മഞ്ഞ നൂലെന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠം മഞ്ഞ കളർ നൂലെടുക്കാതെ വെളുത്ത നൂലെടുത്തിട്ട് മഞ്ഞൾപ്പൊടി അല്പം റോസ് വാട്ടറിലോ ശുദ്ധമായ ജലത്തിലോ ചാലിച്ച് ആ നൂൽ അതിൽ മുക്കി ഉണക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ ഈ കാണിച്ചിരുന്ന പോലെ അത് ചുറ്റുന്നതിന് പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല. ഇതിപ്പം എൻ്റെ 1 വർഷമായിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൽ പച്ചരിയുടെ ആ ഒരു കളറൊക്കെ പിടിച്ചിട്ടുണ്ട് മഞ്ഞ നൂലിൽ. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റണം. നൂലിന് ഇത്ര നീളം വേണമെന്നോ ഇത്ര ചുറ്റുകൾ ചുറ്റണമെന്നോ ഉള്ള യാതൊരു കണക്കും ഇവിടെയില്ല. നിങ്ങൾക്ക് ആ നൂല് എത്രമാത്രം ചുറ്റാമോ അത്രമാത്രം ചുറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ കുപ്പി ഗ്ലാസ് എടുക്കുക, ഒരു പിടി പച്ചരി അതിലോട്ടിടുക. അതിലോട്ട് നമ്മൾ ഈ ഒരു വേരിടുന്നു. അതിനുശേഷം ഈ ഒരു വേര് മൂടി നിൽക്കുന്ന രീതിയിൽ നമ്മളതിൽ പച്ചരി ഇട്ട് നിറച്ചതിന് ശേഷം നമ്മളിത് നമ്മുടെ പൈസ വെക്കുന്ന വാർഡ്രോബ് എവിടെയാണോ നിങ്ങൾ പൈസ സൂക്ഷിച്ച് വെക്കുന്നത് അതിലോട്ട് ഈ ചില്ലുകുപ്പി എടുത്ത് വെച്ചിരിക്കുക. ഒരു വർഷം തീരാറാകുമ്പോഴേക്കും, ഇപ്പോൾ 2025 അവസാനം നിങ്ങളിത് ചെയ്തെങ്കിൽ 2026 എപ്പോഴാണോ തിങ്കളും അമാവാസിയും അല്ലെങ്കിൽ വെള്ളിയും അമാവാസിയും വരുന്നതെന്ന് നോക്കിയിട്ട് അതുവരെ നിങ്ങൾക്കിത് നിങ്ങളുടെ വാർഡ്രോബിൽ വെക്കാവുന്നതാണ്. അതുവരെ അതവിടെ നനക്കുകയോ ചെയ്യരുത്. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ധനത്തെ അട്രാക്റ്റ് ചെയ്തു തരുന്ന ഒന്നാണ്. ഈ പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ധാന്യമാണ്. അതേപോലെ തന്നെ മഞ്ഞൾ ഗുരുഭഗവാന്റെ കളറാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഈ ആലിൻ്റെ വേരെന്ന് പറയുന്നത് ശനി കാരകത്വം കൂടുതലുള്ളതാണ്. ഇവിടെ ഇതെല്ലാം കൂടി കൂടുമ്പോൾ ധനത്തെ ഭയങ്കരമായിട്ട് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്തു തരും. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ധനമുണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ചെയ്തു പോരുന്നൊരു കാര്യമാണിത്. നമ്മളിത് എവിടെ വെക്കുന്നോ അവിടെ പൈസയ്ക്ക് ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ലെന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇന്നിത് ചെയ്യണം. നല്ല ഫലം തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആലിൻ്റെ ചുവട്ടിൽ മണ്ണുമാറ്റിയല്ല വേരെടുക്കേണ്ടത്. അതിൽ നിന്നും ആ മരത്തിൻ്റെ ആ ശാഖകളിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന വിഴുതുകൾ, അതിൻ്റെ വേര് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അത് എത്ര ചെറുതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ ചെറിയ ആൽമരമൊക്കെ ആണെങ്കിൽ അതിൽ വളരെ കട്ടി കുറഞ്ഞ് നേർത്ത രീതിയിലായിരിക്കും വേരുണ്ടാവുക. പക്ഷേ അത് കുഴപ്പമില്ല, അതാണെങ്കിലും മതിയാവും. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ, നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇന്നത്തെ ദിവസം നമ്മൾ കറുത്തവാവും വെള്ളിയാഴ്ചയും 30 വെള്ളിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്, സാധാരണ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് അഭിഷേകം ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്ത് അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ദേവിയെ നല്ലവണ്ണം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം ദേവിക്ക് മുൻപിലും 2 സൈഡിലും വിളക്കുകളൊക്കെ കൊളുത്തി വെച്ചിട്ട് 27 ഏലക്കായ എടുക്കുക. 27 ഏലക്കായ എടുത്തതിന് ശേഷം ഓം ശ്രീം ശ്രീയൈ നമ എന്നുള്ള മന്ത്രം ചൊല്ലി ആ ഏലക്കായ കൊണ്ട് അമ്മയ്ക്ക് അർച്ചന ചെയ്യുക. അർച്ചന ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാം, കനകധാരാ സ്തോത്രം ജപിക്കാം, അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. ഇതൊന്നും ചെയ്യാൻ സമയമില്ലെങ്കിലും നിങ്ങൾ ഇന്ന് ഇത് മാത്രം ചെയ്താൽ മതിയാവും. ഇത് ചെയ്ത് 27 ഏലയ്ക്ക അർച്ചന ചെയ്തത് അതെടുത്ത് നിങ്ങൾ പൊടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ്രോബിൽ വെക്കാവുന്നതാണ്. അടുത്ത മാസം വരുന്ന 30 വെള്ളി വരെ അതവിടെ ഇരുന്നോട്ടെ. അടുത്ത മാസം വരുന്ന 30 വെള്ളിയാകുമ്പോൾ ആ ഒരു ഏലക്കായ എടുത്ത് കാൽപ്പെടാത്ത എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്ത് നമുക്കത് പൊടിച്ച് നമ്മുടെ വാർഡ്രോബിൽ വെച്ചാൽ അതും ധനപരമായിട്ട് നമുക്ക്
ഉയർച്ച തരുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഐശ്വര്യകോല ലക്ഷ്മി പൂജ ചെയ്യാൻ വളരെ വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഈ ഒരു 30 വെള്ളി എന്ന് പറയുന്നത്. ഈ ഒരു വെള്ളി മുതൽ നിങ്ങൾക്ക് തുടർച്ചയായി 8 വെള്ളിയാഴ്ചകളിൽ ഐശ്വര്യകോല ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാം. ഈ രീതിയിലാണ് നമ്മൾ ഐശ്വര്യകോല ലക്ഷ്മി പൂജ ചെയ്യുന്നത്. താമരപ്പൂ അതിന് വളരെ മസ്റ്റാണ്. പക്ഷേ ഈ ഒരു പൂജ ചെയ്താൽ തീർച്ചയായും ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച, സ്വന്തമായിട്ട് വീട്, വാഹനം, ആഭരണങ്ങൾ, അങ്ങനെ എന്താണോ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ തേടിയെത്തിയിരിക്കും. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ എല്ലാവരും ഈ 2 കാര്യങ്ങളും നിങ്ങളിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് ആൽമര വേര് കൊണ്ടുള്ള പരിഹാരം അമേസിങ് റിസൾട്ട് നമുക്ക് തരുന്നതായിരിക്കും. എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.